തിരികെ സ്വാഗതം പ്രിയ പ്രേക്ഷകരെ. നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി സഹപാഠികൾ. 2ാം വർഷ ബിടെക് വിദ്യാർത്ഥി മിർച്ചി മാർപ്പുവിനെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇയർ ബാഗ് ഭയന്നാണ് ആത്മഹത്യയെന്നാണ് സഹപാഠികളുടെ ആരോപണം. കഴിഞ്ഞ ഒരു മാസമായി ക്ലാസ്സിൽ കഴിച്ചിരുന്നില്ല എന്നും ഇതിലുള്ള മനോവിഷമമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും സഹപാഠികൾ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. മിർച്ചി അപ്പു എന്ന് പറഞ്ഞ കൊച്ചു മരിച്ചതിന് ഒറ്റൊരു കാരണം മെയ്സ് കോളേജാണ്. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. ഇന്നേ വരെ 1.5 മാസമായിട്ട് ഒരു കാരണമില്ലാണ്ട്, അന്നേരം ഒരു ഒഫീഷ്യൽ മെസ്സേജ് ഇല്ലാണ്ട് അവരൊക്കെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കുക. എല്ലാ അറ്റൻഡൻസും ലിസ്റ്റ് ചെയ്യുന്നു, എല്ലാ ലിസ്റ്റിൽ നിന്ന് വരെ പേര് മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു പരീക്ഷ അടക്കുമ്പോൾ വരെ പാരൻസ് ഗ്രൂപ്പിൽ പറഞ്ഞ മെസ്സേജ് എത്രയും വലിയൊരു ഡിസിഷൻ പോലും അവരെ അറിയിച്ചിട്ടില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞാൽ ഇത് ഒരു ഓട്ടോണമസ് കോളേജ്, ബോസ് മാത്യു എന്നാണ് പേര്, ഓട്ടോണമസ് കോളേജാണ്, ഇവർ ഞങ്ങൾ ചെയ്യും, നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ മെസ്സേജ് വരാണ്ട് പിള്ളേരെ പുറത്താക്കുക. ഈ പിള്ളേർ മരിച്ചു കഴിഞ്ഞിട്ടോ ഇവർ ഒറീസ ആ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞ പിള്ളേരെ ലാംഗ്വേജ് അറിയില്ല, ഇവർക്ക് ആ കണക്ഷൻ ഇല്ല, ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ മാനേജ്മെന്റ് ഫുൾ ആൾക്കാരും പോലീസും ഈ പിള്ളേരും ഒറ്റ ലോക്കൽ പിള്ളേരോ ഭാഷ അറിയുന്ന പിള്ളേരോ അകത്തില്ല. ഇവരെ ചുമ്മാ പേടിപ്പിച്ച് ഈ മാക്സിമം മൊഴിയൊക്കെ മാറ്റി ഈ കേസ് ഒത്തു തീർക്കാക്കാൻ, ഇതൊരു ഒറ്റപ്പെട്ട കേസാക്കാൻ ഇവർ ശ്രമിക്കണം. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ സൂയിസൈഡ് ലെറ്ററിനെ കുറിച്ച് ഒരു കാര്യം അവിടെ പറഞ്ഞുള്ള ഈ വിഷയത്തിൽ തന്നെ കോളേജ് യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് 2-3 വട്ടം പ്രിൻസിപ്പളിനെ കാണാൻ പോയപ്പോഴും സാറ് പറഞ്ഞ അക്കാഡമിക് കൗൺസിൽ കൂടണം, തീരുമാനിക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നോട്ടീസ് എല്ലാ രീതിയിലും എല്ലാ വിദ്യാർത്ഥികളെ സംഘടനകളും ഉൾപ്പെടെ പോയി സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് പോലും ഈ വിഷയത്തിലൊരു തീരുമാനം മാനേജ്മെൻറ്റ് എടുത്തിട്ടില്ല. തിരിച്ച് വിദ്യാർത്ഥികളുടെ നിലപാടാണ് ക്യാമ്പസിൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിനൊരു മാറ്റം വേണം, അത് തന്നെയാണ് വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സജോ, ഇന്നലെയൊക്കെ ഈ MA കോളേജിൽ നിന്ന് എത്ര വിദ്യാർത്ഥികളാണ് നമ്മുടെയൊക്കെ പേഴ്സണൽ നമ്പറിലേക്ക് ഈ വിഷയം പറയുന്നത്, ഇതിൽ ഇടപെടൽ വേണം, ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പലർക്കും അത് തുറന്നു പറയാനുള്ള പേടിയുമുണ്ട്. പക്ഷേ നമ്മുടെ നാട് തേടി പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാകുന്നതിന്റെ സാഹചര്യം ചോദ്യം ചെയ്യപ്പെടണം എന്നത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ പൊതുവികാരം. മാധു, കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥി അരുണാചൽ പ്രദേശ് സ്വദേശിയായ മിച്ചി മാർപ്പുവിനെയാണ് കോളേജിന് സമീപത്തെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയത്. ഒരു കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനെതിരെ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. KTU ഇയർ ബാഗ് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ MA കോളേജ് ഒരു ഓട്ടോണമസ് കോളേജാണ്. ആ ഓട്ടോണമസ് സാധ്യത ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നു. ഒന്നിലധികം ഒരുപാട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള പരിശോധന ആവശ്യമുള്ള വിഷയമാണ്. ഒന്ന്, ഈ ക്രെഡിറ്റ് സ്കോർ 18 നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ കോളേജിൽ മാത്രം 22 അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അത് വലിയ തോതിലുള്ള വെല്ലുവിളി, മാനസിക സമ്മർദ്ദം കുട്ടികൾക്കുണ്ടാക്കുന്നു. അപ്പോൾ കോളേജ് അതിനെക്കുറിച്ച് നേരത്തെ വിശദീകരിച്ച ഒരു കാര്യം, അതൊരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് വെച്ച് കോളേജിന്റെ നിലവാരമൊക്കെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് 22 നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇയർ ബാക്കിന്റെ കാര്യത്തിൽ തന്നെ അടുത്ത സെമസ്റ്ററിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയില്ല. ഇയർ ബാക്ക് യൂണിവേഴ്സിറ്റി പിൻവലിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഓട്ടോണമസ് ആണ്, രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഇംപ്രൂവ്മെന്റോ സേ പരീക്ഷയോ മറ്റോ ആണെങ്കിൽ ഓരോ പരീക്ഷയ്ക്കും ടെസ്റ്റിന് 6000, പ്രാക്ടിക്കലിന് 9000, അങ്ങനെ വരുമ്പോൾ വിവിധ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ 6000, 9000 വീണ്ടും പൈസ ചോദിക്കാൻ, വീട്ടുകാരോട് പണം ചോദിക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കുമ്പോൾ അവരെ പുറത്താക്കുന്നു. അവർക്ക് ഇയർ ബാക്ക് ഉണ്ട്, പിന്നീട് തിരികെ വരാൻ കഴിയുന്നില്ല. അപ്പോൾ അടുത്ത സെമസ്റ്ററിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ കടുത്ത വിദ്യാർത്ഥി വിരുദ്ധ നടപടി സ്വീകരിക്കുന്നു. അവർക്ക് പ്രാക്ടിക്കലിന് ലഭ്യമാകേണ്ട മാർക്കിൽ പോലും കുഴപ്പങ്ങളുണ്ട് എന്ന ആശങ്കയുണ്ടാക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥികളെ സമ്പൂർണ്ണമായും അടിച്ചമർത്തുന്നു. അതുകൊണ്ട് വലിയ ഭീതി, ഇയർ ബാക്ക് ഭീതി അതടക്കമുള്ള വലിയ സാമ്പത്തികമായി ഇതിനുവേണ്ടി പണം വലിയ തുക മുടക്കി വീണ്ടും ഇംപ്രൂവ്മെന്റ് എഴുതി അതിനുവേണ്ടി കാത്തിരുന്ന് പരീക്ഷ എഴുതണം. അപ്പോൾ അത് KTU പിൻവലിച്ചിട്ടും ഓട്ടോണമസിന്റെ ബലത്തിൽ ഇത് നടപ്പാക്കുന്നു. വിദ്യാർത്ഥികൾ ഈ വിഷയങ്ങളൊക്കെ ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചാൽ അവർക്കതിന് മറുപടി ലഭ്യമാകുന്നില്ല. ഈ വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുക്കാം. ഭാഷാപരമായ പരിമിതിയുണ്ട്. ഏറെ ദൂരത്ത് നിന്ന്, അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി മാതാപിതാക്കളിൽ നിന്നൊക്കെ അകന്നു നിന്ന് ഇവിടുത്തെ പ്രാദേശികമായ ആശയവിനിമയം പ്രശ്നമാണ്. പലപ്പോഴും ആശയവിനിമയത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് ഈ വിദ്യാർത്ഥിക്ക് പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും ആളുകളുമായി അധികം പങ്കുവെക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ തന്നെ അവർ മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്.
അതായത് ഈ ഒരു കുട്ടിയുടെ ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട്, ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യം. നമുക്കത് അറിയില്ല. പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറയുന്നത് അതൊക്കെ വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പോലീസ് പരിശോധിക്കുമായിരിക്കും. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അത് FIR-ലില്ല. അത് എവിടെ പോയി? ആ കുറിപ്പിലുള്ള വിശദാംശങ്ങൾ എന്താണ്? FIR-ൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ആരാണോ ഇതിന് കാരണക്കാരായത് അവർ കൂടി നിയമത്തിന്റെ പരിധിയിൽ വരണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഉറപ്പായും മാധു, അതായത് അവിടെയുള്ള വിദ്യാർത്ഥികൾ അസാധാരണമാം വിധം, അതായത് പുറത്തൊക്കെ വന്ന് പ്രതികരിക്കുന്നതിനെ പ്രതിഷേധിക്കുന്നതിനൊക്കെ അവർ പലതരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതൊക്കെ മറികടന്നും ആ വിദ്യാർത്ഥികൾ നമ്മളെടുത്ത് വന്ന് തുടർച്ചയായി ഈ വിഷയം ഉന്നയിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും അവിടെ നേരിടുന്ന വിദ്യാർത്ഥി പീഡനത്തെക്കുറിച്ചും ഒപ്പം ഈ കേസ് ആസൂത്രിതമായി അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ഇപ്പോൾ തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം നടക്കുന്നുണ്ട്. അതിന് അനുവദിക്കരുത്. സത്യസന്ധവും നീതിപൂർവകവുമായ അന്വേഷണം നടക്കണം. ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തി FIR രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിക്കണം. അതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആവശ്യമെങ്കിൽ KTU-വും പോലീസും ഒക്കെ അതിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം കടുത്ത വിദ്യാർത്ഥി പീഡനം, മാനസിക സമ്മർദ്ദമൊക്കെ അവിടെയുള്ള വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നു എന്ന് തുടങ്ങിയുള്ള ആക്ഷേപങ്ങളുടെ ഒരു നിര തന്നെ അവർ ഉന്നയിക്കുകയാണ്. അവരുടെ സഹപാഠികൾ, ആ കോളേജിൽ പഠിക്കുന്നവർ, ഈ വിദ്യാർത്ഥിയുടെ സഹപാഠികൾ, അവരൊക്കെ ഈ വിഷയം ഉന്നയിച്ച് അവർ പരസ്യമായി തന്നെ നമ്മളോട് പറഞ്ഞു. അതുകൂടാതെ അവർ നമ്മളോട് സന്ദേശങ്ങളായി പറയുന്നു. അങ്ങനെ വലിയ പരാതികളുടെ ഒരു പ്രവാഹം തന്നെ അവിടെ നിന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കണം. ഉറപ്പായും എന്താണ് മാനേജ്മെന്റിനെതിരെ, അവിടുത്തെ ഇത്തരം രീതികൾക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. അപ്പോൾ അത് ഗൗരവ സ്വഭാവത്തിൽ തന്നെ ഇത്രയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന പരാതി ഏതായാലും ഉണ്ട്. അത് വ്യാപകമായ പരാതികൾ, ഒരു പരാതി പ്രവാഹം തന്നെ നമ്മുടെ മുൻപിൽ തന്നെ ഇതിനകം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പോലീസിന്റെ മുൻപിലും വന്നിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് പല ഭീതിയുണ്ട്, ആശങ്കയുണ്ട്. ഇങ്ങനെ പരാതി പറയുമ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ട് നേരിടുമോ എന്ന ആശങ്കയൊക്കെയുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഈ കാര്യത്തിൽ എന്താണ് മാനേജ്മെന്റ് അവരുടെ ഭാഗം ഉറപ്പായും വിശദീകരിക്കണം. പോലീസ് അവരുടെ ഉത്തരവാദിത്തപൂർണ്ണമായ നടപടി സ്വീകരിക്കണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ ഇടപെടണം. ഇത്രയധികം പരാതികൾ എന്തുകൊണ്ടാകുന്നു? ഈ ദൗർഭാഗ്യകരമായ സംഭവം എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായത്? അപ്പോൾ ഇതിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ആവശ്യമാണത്. അതാണ് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങളുമായി ചേരുന്നത്. ധാരാളം പരിമിതികളുണ്ട്. ഒരു ഓട്ടോണമസ് കോളേജാണ്, ധാരാളം പരിമിതികളുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്. പക്ഷേ അതിനപ്പുറത്ത് ഈ കാര്യത്തിൽ ഒരു നീതി വേണം എന്ന നിശ്ചയദാർഢ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വിളിച്ചു പറയാനും നമ്മൾ വിദ്യാർത്ഥികളുടെയൊക്കെ പേരോ അവരുടെ മുഖമോ ഒന്നും കാണിക്കാതെയാണ് ഈ വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ നൽകുന്നതെങ്കിലും അവിടുത്തെ വിദ്യാർത്ഥികളുടെ പൊതുവികാരമാണ്. അവരെ ഈ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് അരുണാചൽ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. അന്വേഷണം വേണം, നടപടി വേണം, ഈ കാര്യങ്ങൾ കേരളം അറിയണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. സജോ ദേവസ്യാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.